വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് കമ്മിങ് സൂൺ പ്രൊമോയിൽ അവിടെ രാത്രി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന് ശേഷം നേരത്തെ പറഞ്ഞ ആ ഒരു പ്രൊമോയിലെ പോലെ അവർ വീണ്ടും രാവിലെ പുറപ്പെടുന്നുണ്ട്. അന്നേരമാണ് അവർ ഫോളോ ചെയ്ത് വരുന്നതൊക്കെ. ഈ ഒരു ടൈമിൽ അവിടെ വെച്ച് തന്നെയാണ് ശാരദാമ്മയാണെങ്കിൽ ശാലിനിയെ ഫോൺ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവർ പുറകിൽ ജീപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി നിർത്തിയിട്ട് ശാലിനി ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നുണ്ട് ശാരദാമ്മയോട്. അന്നേരം ആ ചിതാഭസ്മവും കൊണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങ് തിരികെ പോരാ, അത് അപകടമാണ്, യാത്ര അപകടമാണ്, ഞാൻ പറയുന്നത് മാത്രം നീ കേട്ടാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഈ ടൈമിലാണ് ആ നേരത്തെ പ്രൊമോയിൽ പറഞ്ഞതുപോലെ ആ ജീപ്പിൽ ആൾക്കാരൊക്കെ വരുന്നതും ഇവരുമായിട്ട് അവിടെ വെച്ച് അടിയും ബഹളമൊക്കെ ഉണ്ടാകുന്നതും. അന്നേരം അപ്പോൾ ശാലിനിയാണെങ്കിൽ ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശാരദാമ്മ പറഞ്ഞത് കേട്ടിട്ട് തന്നെയാണ് വയ്ക്കുന്നതൊക്കെ. അന്നേരം അവിടെ ആ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിലൊരാൾ ആ ശിവൻ്റെ നെഞ്ചിലേക്ക് ഇങ്ങനെ ഇടിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ശാലിനി അവരെയൊക്കെ അടിച്ച് ഓടിക്കുന്നതൊക്കെ. പക്ഷേ അതിനുശേഷം ശിവന് ആരെയും നേരിടാനായിട്ട് സാധിക്കുന്നില്ല. അവരൊക്കെ ഓടിപ്പോകുന്നുമുണ്ട്. ആ ഒരു ബഹളമൊക്കെ കഴിഞ്ഞതിന് ശേഷം ശാലിനിയുടെ ആ ഒരു ഫൈറ്റൊക്കെ കഴിഞ്ഞ് അവരെല്ലാം നാല് വഴിക്ക് പോകുന്നുണ്ട്. പക്ഷേ ശിവനാണെങ്കിൽ ആ ഒരു നെഞ്ചുവേദന എടുത്തിട്ട് ശിവൻ അവിടെ നേരം ബോധം കിട്ടങ്ങ് മയങ്ങി വീഴുകയാണ് ചെയ്യുന്നത്. പക്ഷേ ശിവൻ കണ്ണിങ്ങനെ ചെറുതായിട്ട് തുറക്കുന്നുണ്ട്. മൊത്തം ഒരു ഓർമ്മയേറ്റ പോലെ പോകുന്നില്ല. അന്നേരം ശാലിനിയാണെങ്കിൽ പെട്ടെന്ന് ആ വണ്ടിയിൽ നിന്ന് വെള്ളം എടുക്കാനായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ചെല്ലുമ്പോൾ ബോട്ടിലിൽ വെള്ളമില്ല, കുപ്പി മാത്രമേ ഉള്ളൂ. ശാലിനി ആകെ ടെൻഷൻ ആകുന്നുണ്ട്. ശിവനാണെങ്കിൽ എഴുന്നേൽക്കുന്നുമില്ല വിളിച്ചിട്ട്. അന്നേരം ഇതിൽ വെള്ളമില്ല, ഞാൻ ഇവിടെ എവിടെയെങ്കിലും വെള്ളം കിട്ടുമോ നോക്കട്ടെ ശിവ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഓന്നൊക്കെ ശിവൻ പാതി ബോധത്തിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ശിവനോട് ആ തറയിലങ്ങ് അങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ശാലിനിയാണെങ്കിൽ ആ കുപ്പിയുമായിട്ട് അവിടെ എങ്ങാനും അരുവിയോ വല്ലതും ഉണ്ടോ, കാടല്ലേ, അങ്ങനെ കുപ്പിയുമായിട്ട് അവിടെയൊക്കെ പോകുമ്പോൾ ഒരു ചെറിയൊരു കാട്ടരുവി എന്ന പോലെ കാണുന്നുണ്ട്. തുടർന്ന് ശാലിനിയാണെങ്കിൽ അവിടേക്ക് ആ കുപ്പിയിൽ ഇങ്ങനെ വെള്ളം നിറയ്ക്കുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ശാലിനി ഒരു അലർച്ച കേട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഈ കാട്ടാനകൾ ഇങ്ങനെ വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങനെ കൂട്ടത്തോടെ വരുന്നതാണ്. അപ്പോൾ ശാലിനി ആ മറുഭാഗത്താണ്. ഇപ്പുറത്തെ കരയിൽ ഈ കാട്ടാനകൾ ഇങ്ങനെ വെള്ളം കുടിക്കാനും വരുന്നുണ്ട്. അപ്പോൾ ശാലിനി ആനകളെ കണ്ടിങ്ങനെ ആകെ പേടിക്കുകയാണ്. ശാലിനി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അതിലൊരാന ഇങ്ങനെ ശാലിനിയുടെ നേർക്ക് ഇങ്ങനെ വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ശാലിനി പെട്ടെന്ന് അവിടെ നിന്ന് ഓടുകയാണ്. തിരിഞ്ഞ് അത് കുപ്പി കയ്യിലുണ്ടോ കാണിക്കുന്നില്ല, പക്ഷെ തിരിഞ്ഞിങ്ങനെ ഓടുന്നുണ്ട്. ഒരു ജീവൻ മരണഭയം എന്ന പോലെ കണ്ടിട്ട് ശാലിനി പിന്നോട്ട് പെട്ടെന്ന് ഇങ്ങനെ ഓടി ഇങ്ങനെ ശിവൻ്റെ അടുത്തേക്ക് വരാനുള്ള ആ ഒരു വെപ്രാളത്തിൽ തിരിഞ്ഞ് ഓടുമ്പോൾ ഒരു മരത്തിൽ ഇങ്ങനെ തലയിടിച്ചിട്ട് ശാലിനി അവിടെ വീഴുകയാണ് ചെയ്യുന്നത്. അന്നേരം ശാലിനി ഇങ്ങനെ ബോധം കെട്ട പോലെ കിടക്കുന്നു. ശിവൻ അവിടെയും ബോധം കെട്ട് ഇങ്ങനെ കിടക്കുന്നു. ഈ രണ്ട് സീൻ ഇങ്ങനെ മാറി മാറി കാണിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഈ ഒരു പ്രൊമോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇനി ഇവരുടെ രക്ഷയ്ക്കായിട്ട് ആരെത്തും എന്നുള്ളതാണ് അറിയേണ്ടത്. ആ ഒരു കാടിന് നടുവിലുള്ള ആ ഒരു സ്ഥലമാണ്. രണ്ടുപേരും ഇങ്ങനെ രണ്ട് സ്ഥലത്തായിട്ട് ഇങ്ങനെ ബോധം കെട്ട് കിടക്കുകയാണ്. പക്ഷെ ഒന്നുകിൽ ആരെങ്കിലും ഒരാൾക്ക് ഇങ്ങനെ ബോധം തെളിയണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവരെ രക്ഷിക്കാനായിട്ട് വരണം. എന്നാൽ മാത്രമേ അവർക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേസമയം അവിടെ ശാരദാമ്മ കമലിനോട് പറയുന്നുണ്ട്, ഈ യാത്ര അപകടകരമാണ് എന്നുള്ളത് ജ്യോത്സ്യം പറഞ്ഞിരുന്നതാണ്, പക്ഷേ എനിക്ക് അവരെ അറിയിക്കാനായിട്ട് സാധിച്ചില്ല, അതിനുമുമ്പ് അവർ പോയി എന്നുള്ളത് കാര്യം ഇവിടെ പറയുന്നില്ല. വിഷ്ണു മരിച്ചു എന്നുള്ള എന്തായാലും പറയില്ല, കമലിനോട് പറയില്ലല്ലോ. അങ്ങനെ കമലിനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ശാരദാമ്മ ആ ടെൻഷനിൽ ഇവരിങ്ങനെ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് ബോധം കെട്ടും കിടക്കുന്നു. ഈ സീനുകളാണ് കാണിച്ചിട്ടുള്ളത്. ഇനി എന്താകും എന്നുള്ളത് നമുക്ക് ഫുൾ എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.